മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ ട്രാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ പിടികൂടാനുള്ള ദൗത്യം വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 50 അംഗ RRT ആണ് ഈ ദൗത്യം നിർവഹിക്കുന്നത്. തെരച്ചിലിനായി കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. മരിച്ച ഗഫൂറിന്റെ മൃതദേഹം കബറടക്കി. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള RRT സംഘം രാത്രിയിൽ തന്നെ ദൗത്യം ആരംഭിച്ചു. ഏതു വിധേനയും കടുവയെ പിടികൂടുക എന്നതാണ് ലക്ഷ്യം. ആക്രമണം നടന്ന പ്രദേശത്ത് 50 ക്യാമറ ട്രാപ്പുകളും 3 കൂടുകളും സ്ഥാപിക്കും. ആവശ്യമെങ്കിൽ മയക്കുവെടി വച്ചും പിടികൂടാനാണ് നീക്കം. 40 ക്യാമറ ട്രാപ്പ് ഡിപ്ലോയ് ചെയ്ത് അത് കഴിഞ്ഞ് 2 കുങ്കി വരുന്നുണ്ട്. ഒരെണ്ണം വന്നു ഇപ്പോൾ ഓൾറെഡി, ഒരു കുങ്കി കൂടി വരുന്നുണ്ട്. എലഫന്റ് പാരാമുലേഷൻ നടക്കും. അതിനുശേഷം നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ ട്രാപ്പും വെക്കുന്നുണ്ട്. കുഞ്ചു, പ്രമുഖ എന്നീ കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തുന്നത്. കടുവയുടെ കാൽപ്പാടുകൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാമെന്നും കടുവയെ പിടികൂടുമെന്നും ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് സൗത്ത് DFO ധനിക് ലാലിനെതിരെയുള്ള പ്രതിഷേധം അവസാനിച്ചത്. ഗഫൂറിന്റെ ഭാര്യയ്ക്ക് താൽക്കാലിക ജോലി നൽകാൻ DFO ശുപാർശ ചെയ്തിട്ടുണ്ട്. നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം നാളെ തന്നെ നൽകാനാണ് തീരുമാനം. അവർക്കുള്ള സഹായധനം കഴിയുന്നതും ഇന്ന് തന്നെ എത്തിക്കാനും, ഇല്ലെങ്കിൽ നാളെ തന്നെ. കാരണം ഇന്നിപ്പോൾ ഇവരെല്ലാം ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ആയതുകൊണ്ട് ഓഫീസിൽ കൊടുക്കണം വിളിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ കൊടുക്കാൻ കഴിയുക. അത് ചെയ്യുന്നത് അവരോട് സ്വീകരിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾക്കുള്ള സഹായവും ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗഫൂറും സുഹൃത്ത് സമതും ചേർന്ന് അടക്കാക്കുണ്ടിലെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനായി പോയതായിരുന്നു. തോട്ടത്തിലെത്തിയ ഉടനെയാണ് ഗഫൂറിന് നേരെ കടുവയുടെ ആക്രമണമുണ്ടായത്. ഭയന്നു വിറച്ച സമതും കൂട്ടുകാരും ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഗഫൂർ ഓടാൻ ഒരുങ്ങും മുൻപേ കടുവ കീഴ്പ്പെടുത്തി. ആക്രമണം നടന്ന സ്ഥലത്തു നിന്നും 200 മീറ്റർ മാറിയാണ് മൃതദേഹം കണ്ടെത്തിയത്. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഇന്ന സ്ഥലത്തു നിന്ന് ഇഞ്ചടുത്തു നിന്നാണ് പിടിച്ചു കൊണ്ടുപോയതെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അയാളെ കൂട്ടി, അയാൾ പറഞ്ഞു ആയുധം എന്തെങ്കിലും ഇല്ലാതെ പോകണ്ട, നമുക്ക് ആക്രമിക്കാൻ സാധ്യത ഉണ്ട് പറഞ്ഞു. അതായത് ഞങ്ങൾ ആയുധമൊന്നുമില്ല, ഞങ്ങൾ ഒച്ചയും വിളിയിട്ട് കണ്ട് കൂക്കി വിളിച്ച് ചെന്ന് അങ്ങനെ ചെന്നപ്പോൾ അതിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയ പാട് കാണാണ്ട്. അടക്കാക്കുണ്ട് പ്രദേശത്ത് കഴിഞ്ഞ 3 വർഷമായി വന്യജീവികളുടെ ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. വനം വകുപ്പിന്റെ അനാസ്ഥയാണ് ഗഫൂറിന്റെ ജീവൻ പൊലിയാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അതോടൊപ്പം രോഷത്തോടെ അവർ പറയുന്ന മറ്റൊരു കാര്യം കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാണ്. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.